ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒട്ടുമിക്ക പേർക്കുള്ള പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ, അകാലനിര, താരൻ, അതേപോലെ തന്നെ അലർജി, തുമ്മൽ, നീരിറക്കം. അങ്ങനെയുള്ളതിനൊക്കെ ഒരു പ്രതിവിധിയായിട്ടുള്ള ഒരു എണ്ണയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും. നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി എണ്ണയുടെ റെസിപ്പിയുമായിട്ടാട്ടോ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോസും കൂടെയാണ്. ഗേൾസിനായാലും ബോയ്സിനായാലും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് പ്രവാസികൾക്ക് മുടി കൊഴിച്ചിൽ, അകാലനിര, അതേപോലെ തന്നെ പനി, ചുമ, അലർജി, മൂക്കടപ്പ്, അതിനൊക്കെ ഒരു ഉത്തമ പരിഹാരമാണ് ഈ ഒരു എണ്ണ. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് ഞാൻ പറയാം. 150 ഗ്രാം കരിഞ്ജീരകം നല്ല പോലെ കഴുകി വെയിലത്തിട്ടൊന്ന് ഉണക്കി നമ്മളിതാ മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 100 ഗ്രാം നെല്ലിക്ക പൗഡറും 100 ഗ്രാം ഹന്ന പൗഡറും, നമ്മുടെ മൈലാഞ്ചിപ്പൊടി. ഇപ്പോൾ ഈ ഒരു പൊടി നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഇതിപ്പോൾ ഇങ്ങനെ വാങ്ങിക്കാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ മൈലാഞ്ചി ഉണക്കി പൊടിച്ച് ചേർത്താലും മതി. പിന്നെ വേണ്ടത് സാധാരണ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള കറിവേപ്പില, നാടൻ കറിവേപ്പില തന്നെ എടുക്കുക. പിന്നെ ഞാനിതാ ഒരു 3 തണ്ട് കറ്റാർ വാഴ മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു നിർബന്ധമില്ല അടിച്ചെടുക്കണമെന്ന്. പിന്നെ വേണ്ടത് ആവണക്കെണ്ണ. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ചേർക്കണം. അപ്പോൾ ഞാനിവിടെ 1 കിലോൻ്റെ കണക്കിലാണ് കാണിക്കുന്നത്. ഇതാ ഞാൻ മിന്നിയിൽ നിന്ന് ആട്ടി വാങ്ങിച്ചെടുത്തിട്ടുള്ള വെളിച്ചെണ്ണ, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ. ഇപ്പം ഇത് നമുക്ക് ഇതേപോലെ ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം 1-2 ഡ്രോപ്പ് നമുക്ക് തലയിൽ നല്ല പോലെ തേച്ച് ഒരു മസാജ് ചെയ്ത് പിടിപ്പിച്ചെടുക്കാം. ഒട്ടും സമയമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ നമുക്കിത് തലയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഇത് നമ്മളിപ്പോൾ ഇവിടെ ഒരു 6-7 വർഷങ്ങളായിട്ട് ചെയ്തെടുക്കുന്ന ഒരു എണ്ണയാണ് ഇത് കേട്ടോ. ഇപ്പം നമ്മളിപ്പോൾ ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ചോദിച്ച് വാങ്ങിക്കാനും കിട്ടും. കരിഞ്ജീരകത്തിൻ്റെ എണ്ണ നമുക്ക് ചോദിച്ച് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കണമെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇനി ഞാനിതാ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ കയ്യിൽ ഈ ഒരു ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടിയാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉള്ളവർ അതന്നെ എടുക്കുക കേട്ടോ. അതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ച നമ്മുടെ വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നല്ല ശുദ്ധമായ എണ്ണ തന്നെ വാങ്ങിക്കുക കേട്ടോ. ഇനി എണ്ണ നല്ല പോലെ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഇതാ നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണ ഇവിടെ ചൂടായി വരുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആവണക്കെണ്ണ, കാസ്റ്റർ ഓയിൽ, ഇതും കൂടെ നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1 ലിറ്ററിൻ്റെ കണക്കിൽ ഒരു 100 ഗ്രാമിലുള്ളതാണ് ഞാനിവിടെ വാങ്ങിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി ആവശ്യമില്ല. ഇനി നമ്മുടെ എണ്ണ നല്ല പോലെ ഒന്ന് ചൂടായി വരട്ടെ. അപ്പം ഇതാ എണ്ണ നല്ല പോലെ ചൂടായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില, അപ്പോൾ ഇതാ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് പതഞ്ഞ് ഒതുങ്ങിയതിന് ശേഷം നമ്മൾ എണ്ണ നല്ല പോലെ ചൂടായി
ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത നമ്മുടെ കരിഞ്ജീരകം. അപ്പോൾ ഇതാ നമ്മൾ കരിഞ്ജീരകം ചേർത്തതിന് ശേഷം നമ്മുടെ ഹന്ന പൗഡർ, അപ്പോൾ ഇതാ നമ്മൾ കരിഞ്ജീരകവും നമ്മുടെ ഹന്ന പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ ഈ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ എണ്ണ നല്ല പോലെ പൊന്തി വരും. അപ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് കൈ വിടാതെ നമ്മൾ ഇതേപോലെ അങ്ങ്, കണ്ടില്ലേ, ഇതേപോലെ എണ്ണ ഒന്ന് കോരി അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങ് താന്ന് പൊക്കോളും. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റിയെടുത്ത നമ്മുടെ നെല്ലിക്ക പൗഡർ, ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത നമ്മുടെ കറ്റാർ വാഴ, അപ്പോൾ ഇതാ നമ്മൾ കറ്റാർ വാഴ ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ അങ്ങ് തിളപ്പിച്ചെടുക്കുക. കണ്ടില്ലേ, ഈ ഒരു ബബിൾസ് അങ്ങ് ഒതുങ്ങി വരണം. അതുവരെ നമ്മളൊന്ന് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോഴാണ് നമ്മൾ ഒഴിച്ചു കൊടുത്ത കറ്റാർ വാഴക്കൊന്ന് നല്ല പോലെ ഒന്ന് മൊരിഞ്ഞു വരുള്ളൂ. ഈ ഒരു 15 വിരലൊന്ന് നിൽക്കണം. കണ്ടില്ലേ, നല്ല കറുത്ത എണ്ണ. ഇതൊരുപാട് തേക്കേണ്ട ആവശ്യമില്ല. ഇതൊത്തിരി അങ്ങോട്ട് കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൊക്കെ നല്ല പോലെ മുളക് പൊടി കണ്ണിൽ പോയ പോലെ അങ്ങ് ചുട്ടിരിയും. വളരെ കുറച്ച് മാത്രം നമ്മൾ നമ്മുടെ തലയിൽ പുരട്ടാൻ പാടുള്ളൂ. എത്ര മുടിയില്ലാത്തവർക്കും മുടി വരും കേട്ടോ. ഒരു ടെൻഷനും വേണ്ട, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ നമ്മുടെ എണ്ണയുടെ ഈ ഒരു 15 വിരലൊന്ന് നിലക്കാനായിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ കറ്റാർ വാഴക്ക് നല്ല പോലെ മുരിഞ്ഞു വരുമ്പോഴാണ് ഈ ഒരു 15 പൊന്തലൊന്ന് നിന്ന് കിട്ടുക. അപ്പോൾ ഇതാ നമ്മുടെ എണ്ണ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ കറ്റാർ വാഴയൊക്കെ നല്ല പോലെ മീതൊക്കെ അങ്ങ് പൊന്തി വന്നു. നമ്മളെ വീടിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളി സ്മെല്ലാട്ടോ. നമ്മുടെ എണ്ണ നല്ല വെന്ത് വരുന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ, കണ്ടില്ലേ, ആ ഒരു 15 പൊന്തണതൊക്കെ നിലച്ച് എണ്ണ നല്ല പോലെ തെളിഞ്ഞ് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കരിഞ്ജീരകം എണ്ണ ഇവിടെ റെഡിയായി. കണ്ടില്ലേ, നമുക്ക് മുടി കൊഴിഞ്ഞു പോയിട്ടുള്ള ആ ഒരു ഭാഗത്തൊക്കെ നല്ല പോലെ മുടി അങ്ങ് കിളിർത്ത് വരും കേട്ടോ. ഒരു ടെൻഷനും വേണ്ട. കണ്ടില്ലേ, ഇത്രയും മതി നമ്മുടെ എണ്ണ. നല്ല പോലെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ ചട്ടിയുടെ ചൂട് തന്നെ അത്യാവശ്യം നമ്മുടെ എണ്ണയിലേക്ക് ഉണ്ടാവും. പിന്നെ ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് കോട്ടൻ്റെ ഒരു തുണിയിൽ നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കാം. ഈ ഒരു എണ്ണ ഒരു ബോട്ടിൽ നമുക്ക് യൂസ് ചെയ്യുമ്പോഴേക്ക് തന്നെ കൊഴിഞ്ഞു പോയ ഭാഗത്തൊക്കെ നല്ല പോലെ മുടി അങ്ങ് കിളിർത്ത് വരും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും നീളത്തിലല്ല, ചെറിയ ചെറുതായി നമുക്ക് മുടി വരാൻ തുടങ്ങും. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു അടിപൊളി എണ്ണയും കൂടെയാണിത്. ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതൊന്ന് നല്ല പോലെ ഒന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ എണ്ണ ഞാൻ നല്ല പോലെ ഒരു കോട്ടൻ്റെ തുണിയൊക്കെ വെച്ച് നമ്മൾ അരിച്ചെടുത്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ബ്ലാക്ക് കളറിലങ്ങ് കെട്ടിയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി സ്മെല്ലും കൂടെ കേട്ടോ. അപ്പോൾ എത്ര മുടി കൊഴിഞ്ഞു പോയവരാണെന്നുണ്ടെങ്കിലും ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു എണ്ണ നമ്മൾ കാച്ചിയെടുത്ത്
തേച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല പോലെ മുടി കിളിർത്ത് വരും. 100% ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ് പറയുന്നത്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന എണ്ണയും കൂടെയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.